എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ തനിനാടൻ മുട്ട റോസ്റ്റാണ്. നമ്മുടെ ചാനലിൽ ഞാനിപ്പോൾ പലതരത്തിലുള്ള മുട്ട റോസ്റ്റും മുട്ടക്കറിയുടെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഏറ്റവും ടേസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു റോസ്റ്റിന്റെ കാര്യമാണ് ആദ്യം പറയുക. ഈ ഒരു ഗ്രേവി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു റെസിപ്പി എത്രമാത്രം ടേസ്റ്റി ആയിരിക്കുമെന്ന്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പണ്ട് കാലത്തെ ചായക്കടകളിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിരുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു റോസ്റ്റിന് നമുക്ക് കിട്ടുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് മുട്ട റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു അയൺ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മുട്ട ഒന്ന് പുഴുങ്ങി വെക്കണം. ഞാനിവിടെ ഒരു 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ചേരുവകൾ കൂടി ഒന്ന് എടുത്ത് വെക്കാം. മുട്ട റോസ്റ്റിന്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് സവാള തന്നെയാണ്. ഞാൻ ഇതുപോലൊരു 6 സവാളയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്തൊന്ന് വഴറ്റാം. ഇനി നമുക്ക് ഈ സവാള നല്ല മെറൂൺ കളറായി വരുന്നത് വരെയും വഴറ്റിയെടുക്കാം. മുട്ട റോസ്റ്റിന്റെ രുചി കൂട്ടാനുള്ള ഒരു ടിപ്പാണ് സവാള നല്ല മെറൂൺ കളറിലേക്ക് തന്നെ മുരിയിച്ചെടുക്കണം. നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുള്ള സവാള കുറിച്ച് തയ്യാറാക്കുമ്പോഴാണ് മുട്ട റോസ്റ്റിന്റെ രുചി കൂട്ടുന്നതും. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഇതുപോലുള്ള ചുവട് കട്ടിയുള്ള അയൺ പാനൊക്കെ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ പെട്ടെന്നൊന്ന് മുരിഞ്ഞു കിട്ടാനായിട്ട് ഇതിലേക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതേ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ബോൾ വെളുത്തുള്ളി കട്ട് ചെയ്തത് കൂടി ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. ഇനി വഴറ്റുന്ന സവാളയിലേക്ക് കറിക്ക് ആവശ്യമായ എരിവിനായിട്ടുള്ള പച്ചമുളക് കൂടി ചേർക്കാം. ഞാനിവിടെ ഒരു 5 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. നമ്മുടെ മുട്ട റോസ്റ്റിന് ഈ ഒരു പച്ചമുളകിന്റെ എരിവായിരിക്കും കിട്ടുക. ഇനി പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്തും നമ്മുടെ സവാള നല്ല സ്വർണ്ണ നിറത്തിലേക്കൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഇതുപോലെ നല്ല കളറായിട്ട് തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കണം. അപ്പോഴാണ് മുട്ടക്കറിക്ക് നല്ല കളറും അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവുന്നത്. ആദ്യം നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കിയെടുത്ത് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. 1 സ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. വീണ്ടും വഴറ്റി കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തൊന്ന് വഴറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, ഇനി മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ 1/2 സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി മൊരിയിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ. ഇനി വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇപ്പോൾ നല്ലോണം തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെയും ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമുക്കിതുപോലെ ചെയ്തെടുക്കാനായിട്ടും. ഇനി നമുക്കിതിലേക്ക് നല്ല വെട്ടി തിളക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിയിൽ നിന്നും എണ്ണ ഒന്ന് വിട്ട് വരുന്ന പാകം വരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റിൽ നിന്നും എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു നുള്ളു പഞ്ചസാര ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുട്ട റോസ്റ്റ് എന്ന് പറയുമ്പോൾ മുട്ടയിൽ ഗ്രേവി പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ചട്ടിയിൽ നിന്നെല്ലാം നല്ല പോലെ വിട്ട് വരുന്ന ഒരു പാകമായാൽ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലോണം തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്കായി വരണം. സവാള വഴറ്റിയപ്പോഴാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാവുന്നതാണ്. നല്ല കുറുകിയ ഭാഗത്തിലേക്ക് തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. മൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് നേരം മാത്രം മൂടി വെച്ചാൽ മതിയാകും. 1 മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ ഗ്രേവി ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മുട്ട കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് മുട്ട ചേർക്കാം. മുട്ട ഒന്ന് വരഞ്ഞൊക്കെ വെച്ചിരിക്കുവാണ്.
മുട്ട കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ജനലക്ഷങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള തനി നാടൻ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു മുട്ട റോസ്റ്റിന്റെ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. അധികം മസാലകളൊന്നും തന്നെ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ തനി നാടൻ മുട്ട റോസ്റ്റ് എല്ലാവർക്കും വളരെ തന്നെ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനി കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാത്തിരിക്കുക.